Hello everyone, welcome back to my channel. നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ബേബീസിൻ്റെ കോയിൻ സൈസിൻ്റെ ഒക്കെ എങ്ങനെ കീപ്പ് ചെയ്യാം, ഇതിനെങ്ങനെ മോർട്ടാലിറ്റി വരാണ്ട് എങ്ങനെയൊക്കെ കീപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു RTM ഞാൻ ഡീക്യാപ്പ് ചെയ്തിട്ട് ഹാച്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ RTM ഹാച്ചബിൾ ആയിട്ടുള്ള ഡീക്യാപ്പ് RTM എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ മെയിനായിട്ട് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് ഞാൻ യൂസ് ചെയ്യണത് റെഡ് റിംഗ് ആണ്, ഓയിസൈഡ് റെഡ് റിംഗ് ആണ് RTM യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ക്ലോറിനാണ്, ലിക്വിഡ് ക്ലോറിനാണ്. അതൊരു 30 രൂപയൊക്കെ 1 ലിറ്ററിന് വരുള്ളൂ. അത് വേണം. പിന്നെ ഒരു ഗ്ലാസ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ അങ്ങനത്തെ കീപ്പ് ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. ക്ലോറിനായതുകൊണ്ട് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് കുപ്പി ഓട്ടയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഡ്രസ്സുമേ അതുമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ പോവും, ടൈലുമേക്ക് വീണ കളർ പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ സോ എപ്പോഴും ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തേക്കുന്നത് കട്ടിയുള്ള നമ്മുടെ മെഡിക്കൽ പർപ്പസിന് തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ടിന്നിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പം. അതേസമയം ഇത് വാങ്ങുമ്പോൾ കിട്ടുന്നത് നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ഒക്കെ ബോട്ടിലായിരിക്കും കിട്ടുന്നത്. അത് നമ്മൾ ചില്ലിൻ്റെ കുപ്പിയിലേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ലീക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ വിചാരിച്ചേക്കാം. അപ്പോൾ ഞാൻ ഡീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റിർ ചെയ്യണം, കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാത്ത ഒരു സ്റ്റീലിൻ്റെ ഒരു ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, വുഡൻ സ്റ്റിക്കൊക്കെ എടുക്കാം. പക്ഷേ വുഡൻ സ്റ്റിക്കാണെങ്കിലും കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ലോറിനിൻ്റെ പവർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു റിജിഡായിട്ടുള്ള ഒരു മെറ്റീരിയലുള്ള എന്തെങ്കിലും എടുക്കുക. പിന്നെ വേണ്ടത് RTM സെപ്പറേഷൻ ചെയ്യുന്ന നെറ്റ്, മെയിനായിട്ടുള്ള നെറ്റ്, RTM ക്യാച്ച് ചെയ്യാൻ യൂസ് ചെയ്യണ നെറ്റ്. പിന്നത്തെ കാര്യം നിങ്ങളത് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു പൈപ്പിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നിന്ന് ചെയ്യണമായിരിക്കും എളുപ്പം. ഇപ്പോൾ ഇവിടെ അറ്റ് പ്രസൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം നിറയ്ക്കണ ഇത് ഇവിടെ പൈപ്പിൻ്റെ ഇൻലെറ്റ് ഇവിടെ വെച്ചേക്കാം. ഇത്രയാണ് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം 2 സ്കൂപ്പ് ഇതെടുക്കുകയാണ് ഞാൻ. സ്കൂപ്പ് എന്ന് ഉദ്ദേശിച്ച് ഒരു 2 സ്പൂണിൽ ഇതായിട്ട് എടുക്കുകയാണ് ഞാൻ, RTM എടുക്കുകയാണ്. ഇതാണ് ഇപ്പോൾ RTMയുടെ കളറ്. നിങ്ങൾക്ക് കാണാൻ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യണവർക്ക് അറിയാമല്ലോ RTMയുടെ കളറ് ഒരു മണലിൻ്റെ ഒക്കെ പോലത്തെ ഒരു കളറിലായിരിക്കും ഇരിക്കുന്നത്. ഫസ്റ്റ് ഡീക്യാപ്പ് ചെയ്യണതിനേക്കാളും ഈ ഒരു കളറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പ്രോസസ്സാണ്, അത് എല്ലാവരും അങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയണില്ല. ആദ്യം ഒരു ഇത്തിരി വെള്ളം ഒഴിക്കുക. ഒരു ചെറിയ പോർഷൻ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ ചെയ്യുമ്പോൾ നേരെ ഡയറക്റ്റ് ക്ലോറിന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് RTM ബേണായി ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഇത്തിരി ഡൈല്യൂട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചേക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഒഴിച്ചേക്കുന്ന വെള്ളത്തിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ക്ലോറിൻ ഒഴിക്കാം. അപ്പോൾ ഞാൻ ക്ലോറിൻ ഒഴിക്കുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ക്ലോറിൻ ഉണ്ടായുള്ളൂ, തീർന്നിരിക്കണം. അപ്പോൾ ഉള്ളത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്നായിരിക്കും പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പോൾ ഈ RTM മുകളിലേക്ക് പൊങ്ങി വരാൻ കാണാൻ പറ്റും. RTMയുടെ സിസ്റ്റം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നത് കാണാൻ തുടങ്ങും. അപ്പോഴേക്ക് ഇത് സ്റ്റിർ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇതിൻ്റെ കളറ് ഒരു ചെളിയൊക്കെ ഉള്ള പോലത്തെ മണലിൻ്റെ ഒക്കെ ഒരു കളറായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഒരു റെഡിഷ് കളറിലേക്ക് എത്തണം. റെഡിഷ് കളർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിലേക്ക് മാറ്റാം, നെറ്റിലേക്ക് അരിച്ചെടുക്കാൻ നോക്കാം. എന്നിട്ട് അപ്പം തന്നെ കണ്ടിന്യൂസ്ലി വെള്ളത്തിൽ റിൻസ് ചെയ്തെടുക്കുക. ഇല്ലെന്നെങ്കിൽ ക്ലോറിൻ്റെ കണ്ടൻറ്റ് പോകില്ല, അപ്പോൾ വിരിയാൻ ചാൻസസ് കുറയും. അപ്പോൾ ഇത് പെട്ടെന്ന് വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്യുക, അപ്പോൾ പെട്ടെന്ന് സാധനം റെഡിയാകും. ഇപ്പോൾ കളർ മാറി ഒരു ഇത്തിരി യെല്ലോ ഷെയ്ഡ് വന്നു തുടങ്ങി. അത് അതിൻ്റെ സിസ്റ്റ് അലിഞ്ഞു പോകാൻ തുടങ്ങിയതിൻ്റെ സിംറ്റമാണ്. കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു യെല്ലോയിഷ് കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്, യെല്ലോ ഓറഞ്ച് പോലത്തെ ഒരു കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി പ്രോസസ്സ് പെട്ടെന്നായിരിക്കും. ഞാൻ കളർ ജസ്റ്റ് കൊണ്ടുവന്ന് അടുത്ത് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു കളറിലാണ് ഇത് നിൽക്കണത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കളറായിട്ടുണ്ട്. ഒരു
റെഡിഷ് കളറിനോട് അടുത്ത് വരുന്നുകൊണ്ടിരിക്കുന്നു, ഓറഞ്ച് കളറിലേക്ക് എത്തിയേക്കണം. ഇപ്പം ഹാച്ച് ചെയ്ത ആർട്ടിമയുടെ കളർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് കളറാവും. അങ്ങനത്തെ ഒരു കളറല്ല, ഒരു കാവിയുടെ നിറം എന്നൊക്കെ പറയുന്ന പോലെ, ഒരു തവിടിൻ്റെ ഒക്കെ നിറം പോലത്തെ ഒരു കളറിലേക്ക്, റെഡിഷ് തവിട് അങ്ങനത്തെ ഒരു കളറിലേക്ക് എത്തും. ആ സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ തന്നെ നിർത്തുക. ആർട്ടിമയുടെ ഇതിലേക്ക് സെപ്പറേഷൻ നെറ്റിലേക്ക് ഒഴിക്കുക, വെള്ളം എടുക്കുക, കണ്ടിന്യൂസ്ലി അത് കഴുകിയെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ബേണായി പോകും. ഇത് ഒറ്റയ്ക്കൊരു ആൾ ചെയ്യണതുകൊണ്ടാണ് ഇത്രയും ഹറിബറിയായിട്ട് തോന്നുന്നത്. ഇത്ര റിസ്കി പരിപാടിയൊന്നും അല്ല, വളരെ എളുപ്പമാണ്. 2-3 മിനിറ്റ് ഇപ്പം മാക്സിമം. ഇപ്പം എൻ്റെ ഇൻട്രോൻ്റെ വീഡിയോൻ്റെ ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക. കുറച്ച് നേരം ഇതേപോലെ വെള്ളം റണ്ണിങ് വാട്ടറിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോറിന് അതിൽ നിന്ന് പോയി കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്, പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ കളർ നിങ്ങൾക്ക് എത്രത്തോളം കളർ കിട്ടിയെന്ന് എനിക്ക് ഐഡിയ കിട്ടിയിട്ടില്ല. ഞാൻ വീണ്ടും ആ ഇതിലേക്ക് തന്നെ ഈ ആർട്ടിമിയന ഡീക്യാപ്പ് ചെയ്ത് തന്നെ ഞാൻ ഇടുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറ് ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്, ഒരു ഓറഞ്ചും ബ്രൗണും അങ്ങനത്തെ ഒരു കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓവറിന് സ്റ്റേജ് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ്ലി ജീവനില്ലാത്ത രീതിയിലുള്ള ഫീഡിങ്ങിനെ പറ്റിയ ആർട്ടിമിയായിട്ട് മാറും. ഈ ഒരു സ്റ്റേജിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ഹാച്ച് ചെയ്ത് വിത്തൗട്ട് ഷെല്ല് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് കളറ്, ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ട് നിൽക്കും. ഈ ഒരു സ്റ്റേജിൽ വെച്ച് നിർത്തിക്കൊള്ളണം. ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വെന്തിട്ട് ഡെഡായി പോയിട്ടുണ്ടാകും. പിന്നെ ഡയറക്റ്റ്ലി നമുക്ക് കൊടുക്കാനുള്ള ഇതിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തേക്കണ റെഡ് റിങ്ങിൻ്റെ ആർട്ടിമിയാണ് എടുത്തേക്കണേ. അതേസമയം മറ്റേ ഇന്ത്യൻ ആർട്ടിമി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കളറായിരിക്കില്ല എത്തുന്നത്. ഒരു ഇത്രയും കൂടി ലൈറ്ററായിട്ടുള്ള യെല്ലോയിഷ് കളറിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കണം. അത് കളറിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ബ്രീഡ് വ്യത്യാസം ഉണ്ടാവില്ല. ആർട്ടിമിയെ തന്നെ ബ്രീഡ് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇന്ത്യൻ അല്ല, ഇതൊക്കെ അമേരിക്കൻ ബ്രാൻഡുകളൊക്കെയാണല്ലോ. അപ്പോൾ അതിൽ വന്ന വ്യത്യാസങ്ങളാണ്. ഈ ഒരു കളർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നാച്ചുറൽ നോർമൽ പ്രോസസ്സ് പോലെ തന്നെ ഒരു 30 ഗ്രാംസ് 1 ലിറ്റർ എന്നുള്ള കണക്കിൽ സോൾട്ട് ഇട്ടിട്ട്, റോക്ക് സോൾട്ട് ഇട്ടിട്ട് എയറേഷൻ കൊടുക്കുക. 24 മണിക്കൂർ എടുക്കില്ല. അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഹാച്ചായി കിട്ടും. പിന്നെ ഡയറക്റ്റ്ലി നോർമൽ നമ്മുടെ നെറ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെ ക്യാച്ച് ചെയ്യുക, ഫിഷിന് ഫീഡ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള പ്രോസസ്സ്. പിന്നെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വേറെ ഒന്നുമല്ല, റോഡ് സൈഡിൻ്റെ അടുത്തായതുകൊണ്ടുള്ള വിഷയമാണ്. അകത്ത് വെച്ചിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചാൽ സാധാരണ ഞാൻ പൈപ്പിനോ അടുത്ത് വെച്ച് പടയെന്ന് പറഞ്ഞ പരിപാടി ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡിങ് ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. വേറെ ഇത്രയും വലിയ ഭാരിച്ച പ്രോസസ്സൊന്നുമില്ല, വളരെ സിമ്പിളാണ്. 2-3 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് തന്നെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾട്ട് ഇട്ടിട്ട് സോൾട്ടിൻ്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളമൊക്കെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യാണ്ട് നമുക്കിത് ഡയറക്റ്റ് എടുത്തിട്ട് ഹാച്ച് ചെയ്യാനിടാം. പക്ഷെ അപ്പോഴും നമുക്ക് ഒരുപാട് സോൾട്ടും അങ്ങനത്തെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അതിന് പകരം ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ആദ്യമേ തന്നെ ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഇത്ര കുറേ ക്വാണ്ടിറ്റി എടുത്ത് ഒരുമിച്ച് ചെയ്ത് കേടാക്കി കളയാനേക്കാൾ നല്ലത് ഇത്തിരിച്ച ക്വാണ്ടിറ്റി നമുക്ക് അന്നു വേണ്ട രീതിക്കുള്ള ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഇത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.